വെൽക്കം ടു എഡ്യൂഫിക്സ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ്. മീൻസ് നമ്മുടെ അടുത്ത സെമ്മിലെ പുതിയൊരു സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിലെ ബികോമിന്റെ പുതിയൊരു സബ്ജക്റ്റ് ആണ് BCOE 144 എന്ന കോഴ്സ് കോഡുള്ള ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, തിയറി പേപ്പറാണ്. 100 മാർക്കിനുള്ള ഒരു തിയറി പേപ്പറാണ്. ഈസിയാണ്. നമുക്ക് അറിയുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്ര ടഫ് അല്ല, പക്ഷേ നിങ്ങൾ എന്തായാലും എക്സാമിന് പാസ്സാവുന്ന രീതിയിൽ എഴുതി വെക്കുന്ന രീതിയിൽ പഠിക്കണം. അപ്പോൾ സീരിയസ്നെസ് ഇല്ലാണ്ട് കാണണ്ട. അത്ര എന്താണ് ഒരുപാട് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ എഴുതി പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അതിന് പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങൾ പഠിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ കോഴ്സ് കോഡ് BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് നെയിം. ഈ ഒരു സബ്ജക്റ്റില് നമുക്ക് 6 മൊഡ്യൂളുകളാണ്. മീൻസ് 6 മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് 6th ബ്ലോക്കുകളാണുള്ളത്. 6th ബ്ലോക്കുകളിലായിട്ട് 21 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ബ്ലോക്കിലും 3-4 ചാപ്റ്റേഴ്സുകളായിട്ടുണ്ട്. അങ്ങനെ 21 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്ര ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സുകളൊന്നുമല്ല. പക്ഷേ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയിന്റ് വൈസിൽ നിങ്ങൾ എഴുതാനും അതുപോലെ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാനും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് കോഡ് നിങ്ങൾ മറക്കണ്ട. BCOE 144 ഓഫീസ് മാനേജ്മെന്റ്. അതിലൊരു ടേമാണ് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് രണ്ടാമത്തെ വേർഡാണ് അല്ലെ, സെക്രട്ടറിയൽ പ്രാക്ടീസ്. അപ്പൊ ഓഫീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിൽ മെജോറിറ്റി ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ 6th ബ്ലോക്കിലാണ് ഈ ഒരു സെക്രട്ടറിയൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5ാമത്തെ ബ്ലോക്ക് വരെ 5th ബ്ലോക്ക് വരെ നമുക്ക് ഓഫീസ് എന്താണ്, ഓഫീസിന്റെ മീനിങ് എന്താണ്, അത് വെർച്വൽ സ്പേസ് എങ്ങനെയാണുള്ളത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെ ഓഫീസിനെ ഓർഗനൈസ് ചെയ്യുക, ഒരു ഓഫീസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അവിടെയുള്ള മാനേജർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസുകളാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതില് ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത്. 5th ബ്ലോക്ക് വരെ ഓഫീസിന്റെ ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, മെയിലിംഗ് സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. വഴിയെ നമുക്ക് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് 6ാമത്തെ ബ്ലോക്കില് എന്താണ് സെക്രട്ടറിയൽ അല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസസ് എന്താണ്, ബഡ്ജറ്റ് എന്താണ്, ഓഡിറ്റ് പ്രോസസ് എന്താണ്, then അതുപോലെ നാച്ചുർ ആൻഡ് സ്കോപ്പ് ഓഫ് സെക്രട്ടറിയൽ വർക്ക്, then അതുപോലെ സെക്രട്ടറിയൽ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെ സെക്രട്ടറിയൽ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. 21 ചാപ്റ്റേഴ്സ് വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ബ്ലോക്കിലും ഒരു ബ്ലോക്ക് നെയിം ഞാൻ പറയാം. ഫസ്റ്റ് ബ്ലോക്ക് നെയിം ഇൻട്രൊഡക്ഷൻ ടു ഓഫീസാ, ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡ് ബ്ലോക്ക് നെയിം ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, അഥവാ നമ്മുടെ ഓഫീസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെ നടത്താം, അറിയാലോ. അത് 3 ചാപ്റ്റേഴ്സുകളായിട്ട് വരുന്നുണ്ട്. ദെൻ 3ാമത്തെ ബ്ലോക്ക് ഫയലിംഗ് ആൻഡ് ഇൻഡെക്സിങ് ദ പബ്ലിഷിംഗ് നമ്മുടെ ഓഫീസിന്റെ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 3ാമത്തെ ബ്ലോക്കിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്കിൽ വരുന്നത് മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോംസ് ഓഫ് യൂസർ ഇൻ ഓഫീസേഴ്സ്, അഥവാ ഓഫീസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോമുകളും മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് 5ാമത്തെ ബ്ലോക്ക് വരുന്നത് മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് അല്ലെ. പുതിയ കാലഘട്ടത്തിൽ വരുന്ന മോഡേൺ ഓഫീസിൽ മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഓഫീസ് സിസ്റ്റം എന്തൊക്കെയാണ്, അവിടെ അവർക്ക് ഒരുപാട് ബാങ്കിങ് ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. ഗൂഗിൾ പേയും പേടിഎം മറ്റുള്ള ഒരുപാട് ബാങ്കിങ് ഫെസിലിറ്റീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. 6ാമത്തെ ബ്ലോക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ്, ഓഡിറ്റ് ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ്. ഇത്രയാണ് ഈ 6 ബ്ലോക്കുകൾ വരുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഏകദേശം നമ്മുടെ BCOE 144ന്റെ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായല്ലോ അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ഈ 6 ബ്ലോക്കിന്റെ നെയിം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ട്ടാ. അപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അന്നാന്ന് എടുക്കുന്നത് പറയുന്ന കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ടു ഓഫീസ് അത് നമുക്ക് തുടങ്ങിയിട്ട് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എബൌട്ട് ദ ഓഫീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സബ്ജക്ട് നെയിം പഠിച്ചു, കോഡ് പഠിച്ചു, അതിൽ എത്ര ബ്ലോക്ക് ഉണ്ടെന്നും പഠിച്ചു, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും പഠിച്ചു, ബ്ലോക്കിന്റെ നെയിമും നമ്മൾ നോക്കി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലുള്ള നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ബ്ലോക്ക് 1 ഇൻട്രഡക്ഷൻ ടു ഓഫീസ്. ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻട്രഡക്ഷൻ നടത്തുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ളത് എബൌട്ട് ദ ഓഫീസ് ആണ്. എബൌട്ട് ദ ഓഫീസ്, ഓഫീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസുകളാണ് അതിലുള്ളത്. എബൌട്ട് എന്താണ് ഓഫീസ്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് മീനിങ് ഓഫ് ഓഫീസ്, ഓഫീസ് ലേഔട്ട്, ഓഫീസ് ലൊക്കേഷൻ, ഓഫീസ് പ്രൊസീജിയേഴ്സ്, റോൾ ഓഫ് ഓഫീസ് കമ്പനി ഓഫീസ്, എക്യുപ്മെന്റ് ആൻഡ് സ്കിൽസ്, ദെൻ ടൈപ്സ് ഓഫ് ഓഫീസ്. ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം ട്ടാ. അപ്പൊ അതില് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത് പഠിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കുമ്പോൾ എന്താണ് ഓഫീസ്, നമുക്ക് ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ലേഔട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള, ലേഔട്ട് മീൻസ് പ്ലാനിങ് ആണ് അല്ലെ, അതെന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഓഫീസിന്റെ ലൊക്കേഷനെ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷനെ മീൻസ് മനസ്സിലാക്കുക, ഓഫീസിന്റെ ലൊക്കേഷനെ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് എഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അതിനുള്ള കറക്റ്റ് ആയിട്ട് ലൊക്കേഷനും അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് ഓഫീസിന്റെ ലൊക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ദെൻ കമ്പനി ഓഫീസിന്റെ റോളുകൾ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എക്യുപ്മെന്റ്സുകളും അതുപോലെ വേരിയസ് സ്കിൽസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫീസ്, ഇതൊക്കെ മനസ്സിലാക്കാനും നോ ചെയ്യാനും നമുക്ക് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ഇപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സില് ഡേ ബൈ ഡേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് കോംപ്ലക്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂഷ്വലി നമുക്ക് ഇത് ഒരു എന്ത് വെച്ചിട്ടാ മീൻസ് ആദ്യകാലങ്ങളിലൊക്കെ ലോക്കൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്താണ് മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ സെർവ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഈ എന്താണ് ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് അവരെന്ത് ചെയ്തിരുന്നു, പ്രൊഡക്ഷൻ നടത്തിയിട്ട് മാർക്കറ്റിൽ വിറ്റിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് അവർ ഏൺ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ ആയിട്ട് ബിസിനസ്സിൽ നടന്നിരുന്നു. മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ചോദ്യം ചെയ്യപ്പെടാനോ ആരും കണ്ടെത്താനോ ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ഒരു നോളേജ് ഇല്ലാത്തൊരവസ്ഥ, ലാക്ക് ഓഫ് നോളേജിന്റെ ആ ഒരു അഭാവമാണ് അവർ കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആളുകൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അവര് ഈ ബിസിനസ് സ്ഥാപനങ്ങള് ലോക്കലായിട്ടുള്ള റോ മെറ്റീരിയൽസും ക്വാളിറ്റി കുറഞ്ഞതും പഴയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ ആ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ആളുകൾക്ക് സെർവ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജീസുകൾ വന്നു. ഒരുപാട് മീൻസ് ആളുകൾക്ക് തന്നെ ഒരു ബോധം വന്നു എന്ന് നമുക്ക്
മറക്കരുത് അല്ലെ. ആളുകൾ തന്നെ ഒരുപാട് നോളേജ് ഉള്ള ആളുകളായിട്ട് മാറി, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആളുകളായിട്ട് മാറി. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് സയൻസ് ഒക്കെ നമുക്ക് വന്നതോടുകൂടി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസും ടെക്നോളജിയും ഇൻഡസ്ട്രിയലൈസേഷനും ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നു. ഈ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉള്ളതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതും അതുപോലെ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോഴത്തെ റീസെന്റ്ലി നടക്കുന്ന ഓഫീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലായി. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഏതൊരു ഓഫീസാണെങ്കിലും അവിടെ ഒരുപാട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ, ഓഫീസിൽ ഒരുപാട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്, മറ്റുള്ള ഒരുപാട് ഓപ്പറേഷൻസുകളും ട്രാൻസാക്ഷൻസുകളും നടക്കുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻസുകളെല്ലാം എന്താക്കിയിട്ട് മാറ്റി? ട്രാൻസ്പെറൻസി ആക്കി മാറ്റി. മീൻസ് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ നോളേജുകളെല്ലാം എല്ലാവർക്കും, ഇൻഫോർമേഷൻസുകൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്നു. എവിടെ? ഓഫീസിൽ വന്നു. ആ ഓഫീസ് കൃത്യത ഉണ്ടെങ്കിൽ, ആ ഓഫീസ് ട്രാൻസ്പെറൻസി ആണെങ്കിൽ അവിടെ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഒരു വിശ്വസ്തത, ഒരു ട്രസ്റ്റും, അല്ലെങ്കിൽ അതിനോടൊരു എന്താ പറയാ, ഒരു ഒരു സ്റ്റാൻഡേർഡും ഒക്കെ അവര് കൊണ്ടുവന്നു എന്നതാണ്. അവർക്കൊരു വിശ്വാസം ഉണ്ടായി, ആ സ്ഥാപനത്തിന് ഒരു ക്വാളിറ്റിയുള്ള സ്ഥാപനമാണെന്ന് പറയാൻ തുടങ്ങി അല്ലെ, ഗുഡ് വില്ലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ ഇവിടെ പുതിയ സയൻസുകളും ടെക്നോളജീസുകളും അങ്ങനെയൊക്കെ കൊണ്ട് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു പഴയ കൺസെപ്റ്റിനെ നമ്മൾ റീഫോർമുലേറ്റ് ചെയ്തിട്ട് പുതിയ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അത് ചോദ്യം ചെയ്യപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങനെ ഇങ്ങനെ ചെയ്തു പോയിരുന്ന ഒരു, അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് ആർക്കും കയറി ഇറങ്ങാൻ മടിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഒരു മുക്കിലോ മൂലയിലോ അവിടെയൊക്കെ ആയിരിക്കും ഈ ഓഫീസ് ഉണ്ടാവുക. അപ്പോൾ ആരും അങ്ങനെയൊക്കെ അവിടെ മാനേജർമാരോടൊന്നും സംസാരിക്കാൻ അത്ര ഗഡ്സോ അല്ലെങ്കിൽ അത്രത്തോളം നോളേജ് ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവര് കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്തു. അവര് ജനങ്ങളെ അവർ പറ്റിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓഫീസ് ആണെന്ന് പറയുന്നത്, ഓഫീസാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓഫീസ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ഓഫീസിലെ ആളുകൾക്ക് ഇന്ന് ഏത് പരാതിയും ഏത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഒരു മടിയും കൂടാതെ എന്താണ് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അങ്ങനെ ആവണം ശരിക്കും. റീസെന്റ്ലി നമ്മളെ ഈ മോഡേൺ യുഗത്തിൽ ഇങ്ങനെയാണ് ഓഫീസ് എന്ന് നമുക്ക് ആളുകളിലേക്ക് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. സോ അപ്പൊ അവിടെ നമ്മൾ ടെക്നോളജീസുകളും മറ്റു അഡ്വാൻസസുകളായിട്ടുള്ള കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഒക്കെ അവർ യൂസ് ചെയ്തു. ബാങ്കിങ് സിസ്റ്റം ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അതെല്ലാം ഇവിടെയും കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇത്തരത്തിലുള്ള ആളുകളെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്തു? ട്രെയിൻ ചെയ്തെടുത്ത് അവര് ഓഫീസിൽ കൊണ്ടുവന്നിരുത്തി. ഇന്നത്തെ കാലത്ത് ഓഫീസ് എന്ന് പറയുന്നത് വൈറ്റൽ ജോബ് ചെയ്യുന്ന ആളുകളാണ്. മീൻസ് ഇപ്പോ രണ്ട് ടൈപ്സ് ഓഫ് ഓഫീസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഓഫീസിനെ നമ്മളെ മുന്നിൽ ഒരു റൂം എടുത്ത്, അല്ലെങ്കിൽ റൂമിൽ പ്രത്യേകം എന്താണ് ഡിസൈൻ ചെയ്ത റൂമിലൊക്കെ ഇരുന്ന് അവിടെ ആരാണ് മാനേജർ നമുക്ക് ആ ബോർഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള, അല്ലെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് ഓഫീസ് എന്ന്. ഇപ്പൊ ഓഫീസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളോട് കൂടിയിട്ട്, എല്ലാ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊടുത്തിട്ട് അവിടെ കാണുന്ന രീതിയിൽ ഉണ്ടാവും. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പിന്നെ വേറെ ടൈപ്സ് ഓഫീസ് ഉണ്ട് അല്ലെ. എല്ലാവരും ഒരേ യൂണിഫോമിലൊക്കെ വന്നിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കുകൾ അലോക്കേഷൻ നടത്തിയിട്ട് എല്ലാവരും അവരുടെ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന അത്തരത്തിൽ ഓഫീസുകളുണ്ട് അല്ലെ. അപ്പൊ ഓഫീസ് എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് ഓഫീസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഓഫീസുകൾ ഇന്ന് എന്താണ്, ഒരു വൈറ്റൽ ജോബിന്റെ ഒരു റോള് വഹിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഓഫീസിനെ കാണുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓഫീസ് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ അല്ലെ. അപ്പോ ഓഫീസിൽ ഈ ഒരു എല്ലാ കാര്യങ്ങളും ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഡിസ്കസ് ചെയ്യുന്നതും, അതുപോലെ അവിടെയുള്ള
എംപ്ലോയീസിന് സ്റ്റാഫുകൾക്ക് ഒരു ബെറ്റർ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, വർക്ക് സ്പേസ് ഒരു വർക്ക് സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ബെറ്റർ ആക്കി കൊടുക്കുക, ഫ്രണ്ട്ലി അപ്രോച്ച് ഉള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതും കൂടി ഒരു ഓഫീസിന്റെ പ്രധാനപ്പെട്ട ജോലിയാണ്. ഈ എംപ്ലോയീസ് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ അവർക്ക് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള ബെറ്റർ എൻവയോൺമെന്റ്, ടീം വർക്ക്, നമുക്ക് ടീം വർക്കിനെ കൊളാബറേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യമായിട്ട് ഇന്ന് നിലനിന്നിട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് എന്താണ് ആളുകളെ അവര് അട്രാക്ട് ചെയ്യുന്നതും അവരുടെ കമ്പനി മുന്നോട്ട് പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓഫീസ് എന്താന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലെ. ഓഫീസ് ആദ്യകാലത്തെ ഓഫീസ് എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണുള്ളത്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ട്രാൻസ്പെറൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഒക്കെ ഒരു ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസുകളാണ് ഇന്ന് നടക്കുന്നത്. പക്ഷെ ആദ്യ കാലങ്ങളിൽ ഒന്നും അങ്ങനെയല്ല. ലോക്കൽ മെറ്റീരിയൽസും മറ്റേതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ ട്രാൻസാക്ഷൻസുകൾ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. ഇന്ന് ഒരു വൈറ്റ് ജോബ് ഒരു കൊളാബറേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ജോബിന്റെ ഒരു കാലഘട്ടമാണ് ഇന്ന് ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. സ്റ്റാഫുകൾക്കും എംപ്ലോയീസിനും ഒരു ബെറ്റർ എൻവയോൺമെന്റ് കൊടുക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഈ ഓഫീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഇനി നമുക്ക് ഇപ്പൊ ഓഫീസ് എന്താന്നുള്ള ഒരു ചെറിയൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. എന്താണ് ഓഫീസ്, വാട്ട് ഡു യു മീൻ ബൈ ഓഫീസ് എന്നുള്ളത്. എന്താണ് ഓഫീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓഫീസ് എന്നുള്ളതാണ് കേട്ടോ. ഓഫീസ് എന്ന് ആദ്യമായി വെളിച്ചം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 1395 ഈ ഇംഗ്ലീഷ് വേർഡ് കെയിം ചെയ്തിട്ടുള്ളത്. ബിസിനസ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ ഏത് രീതിയിലുള്ള ബിസിനസ് എക്സിക്യൂഷൻ നടത്തുന്ന ഒരു പ്ലേസിനെ പറയുന്നതാണ് ഓഫീസ് എന്നുള്ളത്. ബിസിനസ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ബിസിനസ് നടപ്പിലാക്കുന്ന ഒരു പ്ലേസിനെ പറയുന്നതാണ് ഓഫീസ്. എന്നാലും നമ്മുടെ ഈ ഒരു വേർഡിന് നമുക്ക് ഒരുപാട് ഈ ഓഫീസ് എന്ന വേർഡിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഈ ഓഫീസ് എന്ന വേർഡ് ടേക്കൻ ചെയ്തിട്ടുള്ളത് ഫ്രം എ ലാറ്റിൻ വേർഡ് ഓഫിക്കം. ഓഫിക്കം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഓഫീസ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് നമുക്ക് അതൊരു പ്രത്യേക സ്ഥലത്തെ പരാമർശിച്ച് നൽകുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് മീൻസ് എംപ്ലോയീസിന്റെയും ഡിപ്പാർട്ട്മെന്റ് വൈസിലുള്ള ആളുകളുടെയും ഒക്കെ ഫീലിങ്സ് മനസ്സിലാകുന്നുണ്ടോ? ഫീലിങ്സ് അതിന്റെ അല്ലെങ്കിൽ ഒരു അവരുടെ ഫീലിങ്സ് എല്ലാം നമുക്ക് പറയാനും, മറു സൈഡിൽ ആ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിയറട്ടിക്കൽ അല്ലെങ്കിൽ ഇവര് പറഞ്ഞ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റാഫിന്റെ ഫീലിങ്സും, അതുപോലെ തന്നെ ഒരു പ്രത്യേക അവർക്കൊരു പ്രത്യേക സ്ഥലം വേണമെന്നും അവർ പ്രത്യേകമായിട്ട് അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഈ ഓഫീസ് എന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടാസ്കുകൾ ഒരു ഹൈറാർക്കിയൽ മാനറിൽ ഫുൾഫിൽ ചെയ്യാൻ ഇത്തരം ഓഫീസുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ ഗോള്, ഒബ്ജക്റ്റീവ്, കോമൺ ഗോള്, അതുപോലെ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹൈറാർക്കിയൽ മാനേഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതിന് എന്തുകൂടെ വേണം? ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിലുള്ള വർക്കിന്റെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഫീലിങ്സും അവര് അതർ ഹാൻഡിൽ വരുന്ന മറ്റു സൈഡിൽ നോക്കുമ്പോൾ ഒരു നോക്കുമ്പോൾ അവർക്ക് എന്താണ് ഒരു വർക്ക് സ്പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഒരു എൻവിയോൺമെന്റിൽ ബെറ്റർ ഒരു ഫ്രണ്ട്ലി എൻവിയോൺമെന്റൽ വർക്ക് സ്പേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴേ ഉള്ളൂ അവർക്ക് അവരുടെ കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മുടെ ഈ ഇതിൽ പറയുകയാണെങ്കിൽ
അപ്പോ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങള് കമ്മ്യൂണിക്കേഷൻ നടത്താനും അവരുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ടൊക്കെയാണ് ഓഫീസിനെ കണക്കാക്കുന്നത്. ഇനി അസോസിയേഷൻസുകളും അതുപോലെ മറ്റുള്ള ഒബ്ജക്റ്റീവ്സുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഹെൽപ്പിംഗ് ഫെസിലിറ്റീസുകൾ, ഹെൽപ്പിംഗ് ഫാക്ടേഴ്സുകളൊക്കെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിൽ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അസോസിയേഷന്റെയും മറ്റു ഐറ്റംസുകളെ മറ്റു ലക്ഷ്യങ്ങളെയൊക്കെ സഹായിക്കുന്നതിന് അംഗീകരിക്കുന്നതുമായിട്ടുള്ള ഒരു അസോസിയേഷന്റെ മെമ്പേഴ്സുകൾ, അസോസിയേഷൻ മെമ്പേഴ്സുകൾ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഓഫീസ് എന്നത് ഒരു മീൻസ് ഓഫീസ് എന്നത് ഒരു സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പ്രധാനപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓഫീസ് എന്നതൊരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു നോക്കുക, ഓഫീസ് എന്നത് എന്താണ് നമ്മുടെ ആ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഉള്ള ആളുകൾക്ക് അഡ്മിനിസ്ട്രേഷന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിനെ പറയുന്നതാണ് ഓഫീസ് എന്നുള്ളത്. ഈ ഓഫീസിലിന്റെ അടിസ്ഥാനത്തിലാണ് ലൈക്ക് വൈസ് ഓഫ് എ സിറ്റുവേഷൻ ഇൻസൈഡ് ഓഫീസേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മൾ അതിനെ കാണണം. അതിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ബെറ്റർ ഒബ്ജക്റ്റീവ്സ് ബെറ്റർ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഓണേഴ്സിന്റെ മേഖല മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അല്ല. അതിൽ എല്ലാവർക്കും എന്താണ് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒരു പോസിറ്റീവ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഓഫീസ് എന്താന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഓഫീസ് വന്നിട്ടുള്ളത് 1395 വന്നിട്ടുള്ളത്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഓഫിക്കം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഓഫീസ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക സ്ഥലത്തെ നമ്മൾ പറയുന്നതല്ല, പകരം നമ്മളെ സ്റ്റാഫിന്റെ ഫീലിങ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഔപചാരികമായിട്ട് ഒരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ ആ ഒരു സ്ഥാപനത്തിന്റെ കോമൺ ഗോളും കോമൺ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുള്ള ആളുകളെ അതോറിറ്റി ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഉള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക, ഇതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസുകൾ ചെയ്തു കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു വർക്ക് സ്പേസിനെ പറയുന്നതാണ് ഓഫീസ് എന്നുള്ളത്. നമ്മുടെ പെർഫോമൻസ് അഡ്മിനിസ്ട്രേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നോളേജും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെയാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഓഫീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി മോഡേൺ ടേംസിൽ ഓഫീസ് എന്താണെന്ന് പറയാം. ഞാൻ ഓഫീസ് യൂഷ്വലി ദ ലൊക്കേഷൻ വേറെ വൈറ്റ് കൊളാർ വർക്ക്സ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ വൈറ്റ് കൊളാർ വർക്ക്സുകൾ ഉള്ള ഒരു ലൊക്കേഷൻ ഉള്ളതാണ് ഏത് ഓഫീസ് എന്ന് പറയുന്നത്. മോഡേൺ ടേംസിൽ ഒരു വൈറ്റ് കൊളാർ ജോബുകൾ ഉള്ള ഒരു വർക്ക് സ്പേസ് ആണ് ഏത് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, to indicate ജെയിംസ് സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ള ഓഫീസ് is a that part of business undertaking the dedicate the heading and coordinating a different exercise എന്നുള്ളതാണ്. ഒരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓഫീസ് എന്നത് വ്യത്യസ്തമായിട്ടുള്ള എക്സസൈസുകളും അതുപോലെ ഹെഡിങ്ങുകളും ഇതിന്റെയൊക്കെ ഏകോപനത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു പാർട്ടാണ് എന്ത് ഈ ഒരു ഓഫീസ് എന്ന് പറഞ്ഞത്. ആരാ പറഞ്ഞ? ജെയിംസ് സ്റ്റീഫൻ. മോഡേൺ ടേംസിൽ ഓഫീസ് എന്ന് പറയുന്നത് വൈറ്റ് കോളാർ ജോബുകൾ ഉള്ള അല്ലെങ്കിൽ തൊഴിലാളികളുള്ള ഒരു വൈറ്റ് കോളാർ വർക്കേഴ്സുകളുള്ള ഒരു വൈറ്റ് കോളാർ വർക്കേഴ്സുകൾ
വൈറ്റ് കോളർ വർക്കേഴ്സുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ്, ഒരു ലൊക്കേഷൻ ആയിട്ടാണ് മോഡേൺ ടേംസിൽ ഓഫീസിനെ കണക്കാക്കുന്നത്. ഒന്നുകൂടെ പറയാം, വൈറ്റ് കോളർ വർക്കേഴ്സുകൾ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആണ് ഓഫീസ് എന്ന് പറയുന്നത്. അതായിട്ടാണ് മോഡേൺ ടേംസിൽ അതിനെ മീൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇതില് ജെയിംസ് സ്റ്റീഫൻ പറഞ്ഞ definition, office that a part of the business to undertaking, dedicate heading and coordination it different exerciseകളെ മനസ്സിലാകുന്നുണ്ടോ? ഡിഫറെന്റ് എക്സസൈസുകളും അതുപോലെ ഹെഡിങ്ങുകളും അതുപോലെ ഇതിനെ ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പാർട്ടാണ് എന്ത്, ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഓഫീസിന്റെ വലിപ്പം ഒരു ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരുപാട് ഓഫീസുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ഓഫീസ് ഓർഗനൈസേഷനുമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സ്ട്രക്ചേഴ്സുകളും ഡിവോട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഓർഗനൈസേഷൻ ആക്കിയിട്ട് മാറ്റാൻ. മീൻസ് എല്ലാ രീതിയിലും ഓഫീസ് മാനേജ്മെന്റിൽ എല്ലാ രീതിയിലുള്ള പ്ലാനിങ്ങുകളും ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ഓർഗനൈസേഷനിലും അതിന്റെ ഓഫീസുകളിലും ഓരോ ഓർഗനൈസേഷനും അതിന്റെ ഓഫീസുകളിലും അതിൻ്റെതായിട്ടുള്ള ടാസ്കിന്റെ സ്ട്രക്ചറും നടപ്പിലാക്കാനും ഇത്തരത്തിലുള്ള ഓഫീസുകൾ സഹായകമാണ്. ഓഫീസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാനിങ്ങും സ്ട്രക്ചറും ഡിസൈനിങ്ങും ഒന്നും അവിടെ നടക്കാൻ സാധിക്കുന്നില്ല. ഒരു കോർഡിനേഷന്, എല്ലാ രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഗൈഡിങ് നടത്തിയിട്ട് ഒരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് this include creating focused working environment and guiding and coordinating the activities of a office personnel. ഓഫീസ് പേഴ്സണലില് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻസുകളും ഗൈഡിങ്ങും കോർഡിനേറ്റിങ്ങും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഓഫീസിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓഫീസ് എന്താണ്, ഓഫീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്താണ് ഓഫീസിന്റെ മീനിങ് പറഞ്ഞല്ലോ. ഓഫീസിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോമൺ ഗോളും മറ്റുള്ള ഒബ്ജക്റ്റീവ്സുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ഡിസിഷൻ എടുക്കുന്ന ആളുകളെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് സ്പേസ് ആണ് ഏത് ഓഫീസ് എന്ന് പറയുന്നത്. ആ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് തൊട്ട് താഴെയുള്ള മോഡേൺ ടേമിലുള്ള മീനിങ് മനസ്സിലാക്കുക, അതിന്റെ ഡെഫിനിഷനും പഠിക്കുക. ഇത്രയും ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഓഫീസിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, മീൻസ് ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രഡീഷണൽ ഓഫീസും ഇപ്പോഴുള്ള ഓഫീസും എന്താണെന്നുള്ളത് അതും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത്രയാണ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ആണ് ഓഫീസ് ലേഔട്ട് എന്നുള്ളത്. ഈ ഓഫീസ് ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓഫീസിനെ എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സുകൾ വരുത്തുക. ഓഫീസ് എക്യുപ്മെന്റ്സിനെ, മെഷീനറീസുകളെ, ഫർണിച്ചറിനെ, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആഡിക്വേറ്റ് സ്പേസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആഡിക്വേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ലൊരു എഫിഷ്യൻസിയോട് കൂടിയിട്ട് വർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഓഫീസ് ലേഔട്ട് മീൻസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് equipment, machines and furnitures and providing adequate space to a office personnel of a regular performance. ഓഫീസ് പേഴ്സണലിന് എന്ത് ചെയ്യാണ്, ഫർണിച്ചറിനും അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകളും മെഷീൻസുകളും ഫർണിച്ചറും ഇതൊക്കെ ഒരു
സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ആഡിക്കേറ്റ് ആയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ആഡിക്കേറ്റ് ആയിട്ടുള്ള ഈ സ്പേസ് നമ്മൾ കൊടുത്താലുള്ളൂ ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും അതോടുകൂടിയിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇതാണ് ഓഫീസ് ലേഔട്ട്. ഓഫീസ് ലേഔട്ടിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു സോഫ നമ്മൾ എവിടെ വെക്കണം, ഈ ഒരു ടേബിൾ നമ്മൾ എവിടെ വെക്കണം, ഈ നെയിം ബോർഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ആരാണ് നമ്മൾ ഇത് എത്ര സ്റ്റാഫുകളാണ് ഒരു ഭാഗത്ത് ഇരിക്കേണ്ടത്, മീൻസ് ഒരു പ്ലാനിങ് നടത്താണ്. ഈ ഓഫീസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വേണ്ടത്, ഇവിടെയുള്ള ആളുകൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ജോലി ചെയ്യേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത് ശരിക്ക് കേട്ടോ. അപ്പൊ അതിന്റെ മീനിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി സിമ്പിൾ ആയിട്ട് വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിന്റ്, blueprint of the office floor, hence and also office floor plan എന്നുള്ളതാണ്. ഒന്നുമില്ല, എന്താണ്, ഒരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മൾ പറയുമല്ലോ ബ്ലൂ പ്രിന്റ് എന്ന് പറയൂലേ, നമ്മളത് വേറൊരു പിക്ചർ മീൻസ് നമ്മൾ പ്ലാൻ ചെയ്യാ എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്ലൂ പ്രിന്റ് ആണ് ട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആയതിനാല് ഓഫീസ് ഫ്ലോർ എങ്ങനെയാണ്, ഓഫീസ് ഫ്ലോർ പ്ലാൻ എന്ന് ഇതിനെ നമുക്ക് ഓഫീസ് ഫ്ലോർ പ്ലാൻ എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഓഫീസ് ഫ്ലോറിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഏത് ഈ ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഓഫീസ് ലേഔട്ട് എന്നതിന്റെ മറ്റൊരു ടേം ആണ് ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഓഫീസ് ഫ്ലോർ പ്ലാൻ എന്നുള്ളത്. ഫ്ലോർ പ്ലാൻ എന്ന് പറയാൻ കാരണം ഓഫീസ് ഫ്ലോർ പ്ലാനിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓഫീസ് ലേഔട്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്യുപ്മെന്റ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഓഫീസ് ലേഔട്ട് അഥവാ നമ്മുടെ പ്ലാനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓഫീസ് ഫോർ പ്ലാൻ എന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഓഫീസ് ലേഔട്ട് സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻസുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഓഫീസ് മാനേജർമാർക്കാണ് അതിനുള്ള ഉത്തരവാദിത്തം ഉള്ളത്. ഓഫീസ് ലേഔട്ട് ഓഫീസ് മാനേജേഴ്സിനാണ് ഈ ലേഔട്ടുമായി ബന്ധപ്പെട്ട ഡിസിഷൻസുകൾ എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? ഇനി ഇത്തരം ഓഫീസ് മാനേജേഴ്സുകളെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ട് ടാസ്കുകളെല്ലാം അലോക്കേഷൻ നടത്താനും മറ്റ് എന്താണ് സ്പേസുകളെ നമുക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനും മറ്റ് ഈച്ച് സെക്ഷനുമായിട്ടും മറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒരു ഇന്റർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഓഫീസ് മാനേജേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഓഫീസിലുള്ള ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമല്ല പുറത്തുള്ള മീൻസ് മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും മറ്റു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഒരു ഇന്റർ കണക്ഷന് വേണം. ഇത് എങ്ങനെയാണ് വേണ്ടത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് നമ്മൾ എങ്ങനെ അറിയുന്നത്, ഓഫീസിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പ്ലാനിങ് റിപ്പോർട്ടാണ് ശരിക്കും. പ്ലാനിങ് ആണ്, ഒരു ബ്ലൂ പ്രിന്റ് ആണ് എന്ന് ഈ ഓഫീസ് ലേഔട്ട് ആണ്. അപ്പൊ ഓഫീസ് ലേഔട്ട് പറഞ്ഞ ആ വേർഡിന്റെ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ബ്ലൂ പ്രിന്റ് ആണ് അഥവാ ഒരു പ്ലാനിങ് സെക്ഷൻ ആണ് ഈ ഒരു ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ലേഔട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള മാനേജേഴ്സ് ആണ് ഓരോ രീതിയിലുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അവിടെ അൺനെസസറി വേസ്റ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സുകളാണ് ലേക്കാണോ ഇത് ലീഡ് ചെയ്യുന്നത്, ടൈമും എനർജിയും ഒക്കെ എങ്ങനെയാണ് ഇതിൽ ഇറക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഒരു ഇത്തരത്തിലുള്ള മാനേജേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് കേട്ടോ.
അപ്പൊ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സമയം ഊർജ്ജം പാഴാക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് എങ്ങനെ കോസ്റ്റ് കൂട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓഫീസിലുള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓഫീസിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഓഫീസ് മാനേജർ എന്ന് പറയുന്ന ആള് എല്ലാവരുടെയും കാര്യങ്ങൾ അവർ അന്വേഷിക്കണം, അവർക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസുകളും പ്രൊവൈഡ് ചെയ്തു കൊടുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ജീവനക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയും അവിടെ വരുന്ന റിസോഴ്സുകളും ഇൻസ്ട്രുമെന്റ്സുകളും അതിന്റെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ നോക്കുന്നത് ഓഫീസ് മാനേജറാണ്. അപ്പൊ മാനേജർക്കാണ് ഇതിന്റെ ഏകദേശം ഒരു 90% റെസ്പോൺസിബിലിറ്റി ഉള്ളത്. മാനേജർ അവരാണ് ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് അലോക്കേഷൻ നടത്താം, ഈസി ആയിട്ട് സൂപ്പർവിഷൻ നടത്താം, എങ്ങനെയാ നോ വേസ്റ്റ് ഓഫ് ടൈമും എനർജി എങ്ങനെ ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് സ്റ്റാഫിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബെറ്റർ യൂസ് ഓഫീസ് റിസോഴ്സസുകളും ഓഫീസ് എക്യുപ്മെന്റ്സുകളും ബെറ്റർ ആയിട്ട് മാക്സിമം എങ്ങനെ യൂസ് ചെയ്യാം, മിനിമം കോസ്റ്റ് വെച്ചിട്ട് മാക്സിമം പ്രൊഡക്ഷൻ നടത്തിയാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ഒരു ഓഫീസ് മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓഫീസിന്റെ എങ്ങനെ ഓഫീസിലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മിഷനറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഓരോ രീതിയിൽ ഒരു ഓർഡറിൽ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ല എങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ആ ഒരു അതിന് ബാഡ് എഫക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഓഫീസിന്റെ ലേഔട്ട് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഓഫീസിന്റെ ലേഔട്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കാം. ടു എൻഷുർ എഫക്റ്റീവ് യൂസ് ഓഫ് ദ അവൈലബിൾ ഫ്ലോർ സ്പേസ്, നമുക്ക് ഫ്ലോർ സ്പേസ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോർ സ്പേസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. then അതുപോലെ മാനേജേഴ്സിന് ഫെസിലിറ്റേറ്റ് മാനേജ് ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ദയർ വർക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട കൺട്രോൾ സൂപ്പർവിഷനും മാനേജേഴ്സിന് ബെറ്റർ ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. then അതുപോലെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ഫ്ലോയും അതുപോലെ സ്റ്റഡി ആയിട്ടുള്ള കാര്യങ്ങളും എൻഷുർ ചെയ്യാം. then അതുപോലെ എൻവിയോൺമെന്റ് വർക്ക് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള എൻവിയോൺമെന്റ് ഉറപ്പുവരുത്തി കൊടുക്കുക. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി എൻവിയോൺമെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിക്കും വർക്ക് ഫ്ലോ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് അതുപോലെ ഇന്റർ കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റീസ് ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വേരിയസ് നീഡ്സ്, അല്ലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും വേരിയസ് സെക്ഷനുമായിട്ടൊക്കെ എന്താണ് ഒരു ഇന്റർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക. then അതുപോലെ ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് എ കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസുകൾ എല്ലാം ഇൻക്ലൂഡ് ആക്കുക. ഇത്രയും പോയിന്റ്സുകളാണ് ഒരു ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ. ലേഔട്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇതിൽ തന്നെ ഓഫീസ് ലേഔട്ട് ക്യാൻ ബി ടു മേജർ കാറ്റഗറീസ്, പ്രോസസ് ലേഔട്ടും ഗ്രൂപ്പ് ലേഔട്ടും. ആയിട്ട് ചെയ്യുന്ന പ്രോസസ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ബോത്ത് മെഷീൻസ് ആൻഡ് എംപ്ലോയീസ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് അല്ലെ. അതാണ് എന്താണ് മെഷീൻസും എംപ്ലോയീസും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ആക്ടിവിറ്റീസുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് പ്രോസസ്സ്. ദെൻ ഗ്രൂപ്പ് ലേഔട്ട് പറഞ്ഞു കഴിഞ്ഞാലോ എംപ്ലോയീസ് ആർ എ വർക്ക് സെപ്പറേറ്റ് പ്ലേസ് ഓഫ് എ സിമിലർ ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട്, എംപ്ലോയീസ് സെപ്പറേറ്റ് പ്ലേസിൽ നിന്ന് സിമിലർ ആക്ടിവിറ്റീസുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് ഏത് ഗ്രൂപ്പ് ലേഔട്ട്. അപ്പൊ ആ രണ്ട് ലേഔട്ടുകളൊന്ന് മനസ്സിലാക്കുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുക, ലേഔട്ടിന്റെ മീനിങ് എന്താന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓഫീസ് ലേഔട്ട് എന്താണുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓഫീസ് ലൊക്കേഷൻ ആണ്. എന്താണ് ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ശരിക്ക്. ഓഫീസ് ലൊക്കേഷൻ മീൻസ് ദ പ്ലേസ്, ഒരു പ്ലേസ് ആണ് അല്ലെ ഈ ഒരു ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് ഓഫീസ്, ഓഫീസിന്റെ സ്പേസ്, കറക്റ്റ് സ്പേസ് എവിടെയാണ് എന്നുള്ളത്, ഒരു കറക്റ്റ് പ്ലേസ് ഫിക്സ് ചെയ്യുന്നതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. സൈറ്റ് വേർ ദ ഓഫീസ് ഓർഗനൈസേഷൻ ഇൻ എ സിറ്റുവേറ്റഡ്, നമ്മൾ ഓർഗനൈസേഷന്റെ സൈറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എവിടെയാണ് ഓഫീസ് സിറ്റുവേറ്റഡ് ആക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഓഫീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഡിസൈഡിങ് അബൌട്ട് ദ ബിസിനസ് ലൊക്കേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ടാസ്ക് ലാർജ്ലി അഫക്ട് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാ. മീൻസ് നമുക്ക് എംപ്ലോയീസിന് അപ്പൊ നമുക്ക് ഓഫീസ് ലൊക്കേഷൻ എന്നത് ഓഫീസിന്റെ ഒരു
പ്ലേസ് ആണ്, സ്ഥിതി ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ഓഫീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണ്, ഓഫീസിന്റെ ഒരു സൈറ്റിനെ പറയുന്നതാണ് ഏത് ലൊക്കേഷൻ എന്നുള്ളത്. അപ്പൊ ബിസിനസ് ലൊക്കേഷനിൽ തീരുമാനിക്കുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ക്രൂഷ്യൽ ടാസ്ക് ആണ്. മോസ്റ്റ് ഓഫ് ദ ക്രൂഷ്യൽ ടാസ്കിൽ പെട്ട ഒരു കാര്യമാണ് ബിസിനസ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. സോ അവിടെ നമ്മൾ കാരണം ഇത് നമ്മുടെ എംപ്ലോയീസിന്റെ ജോലിയെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതും അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ഭാവിയിൽ ആ സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെങ്കിലൊക്കെ എന്താണ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൈറ്റിൽ എന്ത് ചെയ്യണം, ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓഫീസിന്റെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓഫീസിന് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം അത് നമ്മുടെ വർക്ക്, അവിടെയുള്ള ജോലിക്കാരെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവർക്കൊക്കെ സ്യൂട്ട് ആകുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വർക്ക് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഇന്നത്തെയും അതുപോലെ ഭാവിയിലെയും നമ്മൾ പ്ലാനിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാന്. സോ നമ്മുടെ എക്കണോമിക്കലായിട്ടുള്ള എക്സ്പെൻസുകൾ മുഴുവനും ഒരു കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കാര്യക്ഷമമായിട്ട് നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒന്നായിരിക്കണം ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓഫീസിന്റെ, അല്ലെങ്കിൽ ഓഫീസ് നമ്മൾ എങ്ങനെ സിറ്റുവേറ്റ് ചെയ്യണം എന്നുള്ളത്, വേരിയസ് ഫാക്ടേഴ്സ് മസ്റ്റ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓഫ് എ വൈൽ മേക്കിംഗ് ഡിസിഷൻ മേക്ക് ലൊക്കേഷൻ ലിസ്റ്റഡ്. നമ്മൾ ഒരു ഓഫീസ് ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തത് അവൈലബിലിറ്റി ഓഫ് എ സഫിഷ്യന്റ് ബാലൻസ് ആണ്, അവൈലബിലിറ്റി ഓഫ് എ സഫിഷ്യന്റ് സ്പേസ് ആണ്. നമുക്കൊരു സഫിഷ്യന്റ് സ്പേസ് വേണം. മീൻസ് അക്കമഡേഷനും അതുപോലെ ഫെസിലിറ്റീസുകളൊക്കെ നമ്മൾക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ ഓഫീസ് ഫ്യൂച്ചറിലെ എക്സ്പാൻഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളെ ഭാവിയിൽ നമ്മുടെ ആ ഒരു എക്സ്പാൻഷന് കണ്ടിട്ട് അതിന്റെ ആവശ്യകതകൾ നമ്മൾ നിറവേറ്റുന്ന രീതിയിൽ ഒരു മതിയായ ഒരു അക്കമഡേഷനും മറ്റു ഫെസിലിറ്റീസുകളും അടങ്ങിയ ഒരു ഓഫീസ് ആയിരിക്കണം. സോ അതിനുള്ള സ്ഥലവും മറ്റും നമുക്ക് മുറികളും ഒക്കെ ഉള്ള ഒരു കാര്യമായിരിക്കണം ഈ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടണം അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് കിട്ടിയ ഒരു റൂമായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കണം ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ഈ നമ്മൾ ഓഫീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഇന്നത്തെ പ്രവൃത്തിയും ഭാവിയിൽ എന്തൊക്കെ ഇനി ഭാവിയിലെ എക്സ്പാൻഷനൊക്കെ അവിടെ കൊണ്ടുവരണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം ഇന്നത്തെ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓഫീസിന്റെ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ എക്സ്പാൻഷൻ വന്നാലും ഇതിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മളെ ഒരു ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള അക്കമഡേഷനും ഫെസിലിറ്റീസുകളും റൂംസുകളും സ്റ്റോറേജ് സ്പേസും എല്ലാം ഉള്ള ഒരു ഓഫീസ് ആയിരിക്കണം എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ ഓഫീസിന്റെ നമ്മൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സഫീഷ്യന്റ് സ്പേസിന്റെ ആ ഒരു അവൈലബിലിറ്റി അവിടെ എൻഷുർ ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ എല്ലാ രീതിയിലുള്ള നമ്മുടെ പാസ്റ്റിലെ റിക്വയർമെന്റ്സുകളും ഫ്യൂച്ചർ എക്സ്പാൻഷനുകളും എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആയിരിക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രോക്സിമിറ്റി ഓഫ് ദ അതർ ഡിപ്പാർട്ട്മെന്റ്. പ്രോക്സിമിറ്റി ടു അതർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഓഫീസ് ഷുഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് പ്രോക്സിമിറ്റി ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ എ സെൻട്രൽ പ്ലേസ് ഈസിലി ആൻഡ് ആക്സസിബിൾ ഓൺ ദ അതർ സെക്ഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, നമ്മുടെ ഓഫീസ് എന്തായാലും
ഓഫീസ് എൻഷുർ ചെയ്യണം. എന്താണ് എൻഷുർ ചെയ്യേണ്ടേ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി, മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഉള്ള ഒരു സാമീപ്യവും, അതുപോലെ മറ്റു സെക്ഷനുമായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ടും സെക്ഷനുമായിട്ടും മറ്റുള്ള ആളുകളുമായിട്ട് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ ആയോ? മറ്റുള്ള ആളുകളുമായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും മറ്റു സെക്ഷനുമായിട്ടും ഒക്കെ എന്താണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു രീതി, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം ഓഫീസ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? മറ്റുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് എ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അല്ലെ? എന്താണ്, നമുക്ക് വാഹനങ്ങള് വർക്കേഴ്സിനും ഓഫീസ് സ്റ്റാഫിനും മാനേജേഴ്സിനും മറ്റു ഔട്ട്സൈഡേഴ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. എന്തിന്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഓഫീസ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. എല്ലാവർക്കും വരാൻ പറ്റുന്നതും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതും വാഹന സൗകര്യമുള്ള സ്ഥലത്തും ഒക്കെ ആയിരിക്കണം ഓഫീസ് ഉണ്ടാക്കേണ്ടത്. നെക്സ്റ്റ് സർവീസ് ഫെസിലിറ്റി ആണ്. സർവീസ് ഫെസിലിറ്റി എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഓഫീസ് ഷുഡ് ഹാവ് എ പ്രോക്സിമിറ്റി ടു അതർ ലിങ്ക്ഡ് ഫെസിലിറ്റി. നോക്കാം, സർവീസ് ഫെസിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാ രീതിയിലും ഗതാഗതത്തിന് പുറമെ, അല്ലെ, ബിസൈഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം മാത്രം പോരാ, അതിന് പുറമെ നമുക്ക് എന്തുകൂടെ വേണം? ഓഫീസ് ലൊക്കേഷൻസ്, ബാങ്കിങ് സിസ്റ്റം വേണം, ബാങ്കിങ് സംവിധാനം വേണം, അതുപോലെ പോസ്റ്റൽ സർവീസ് വേണം, ഇന്റർനെറ്റിന്റെ സർവീസ് വേണം, അതുപോലെ ടെലിഫോൺ സൗകര്യം വേണം, പിന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ അതർ സർവീസസുകളും അവിടെ ഫെസിലിറ്റീസ് കൊടുക്കണം, അങ്ങനെയുള്ള സൗകര്യം നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഓഫീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഓഫീസ് ബിൽഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓഫീസ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ഹെൽത്തി എൻവയോൺമെന്റ് ആണ്. ഹെൽത്തി എൻവയോൺമെന്റിൽ പറഞ്ഞിട്ടുള്ള എന്താ? നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളുമായിട്ട് ഫ്രീഡം, അല്ലെ, അതുപോലെ തന്നെ സറൗണ്ടിങ്സ് ആണ്, നോയ്സസും കൺജസ്റ്റേഷനും അതുപോലെ ഒബ്നോക്സിയസും അതുപോലെ അത്തരമുള്ള ബാഡ് സ്മെല്ലുകളും ഫ്യൂംസ് ആൻഡ് അങ്ങനെയുള്ള ഫാക്ടേഴ്സുകളൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ വർക്ക് എഫിഷ്യൻസി ആയിട്ട് ഓഫീസ് എംപ്ലോയീസിന് വർക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ ഉള്ള ഒരു കാര്യമായിരിക്കണം. മറ്റുള്ള നോയ്സസുകളോ അല്ലെങ്കിൽ ഡസ്റ്റുകളോ അല്ലെ, ഡസ്റ്റോ നോയ്സോ കൺജഷൻസുകളോ ഒബ്നോക്സിസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്മെല്ലുകളോ അങ്ങനെയുള്ള അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫാക്ടേഴ്സുകളെ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു എല്ലാവർക്കും പറ്റുന്ന ഏത് സാഹചര്യത്തിലും മീൻസ് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അവരുടെ ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. നോയ്സസ് ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെ, ഡസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ഓഫീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഫീസ് നമുക്ക് സിറ്റുവേറ്റ് ചെയ്യാൻ. മനസ്സിലായി? അതിന്റെ ലൊക്കേഷൻ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഹെൽത്തി എൻവയോൺമെന്റ് ഉള്ള ഒരു സറൗണ്ടിങ്സിലായിരിക്കണം എന്ത്, നമ്മുടെ ഓഫീസ് ഉള്ളത്. അപ്പൊ ഓഫീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഓഫീസിന്റെ ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സുകളാണ്. ഒന്നാമത്തത് അവൈലബിലിറ്റി ഓഫ് സഫിഷ്യന്റ് സ്പേസ്. കറക്റ്റായിട്ട് നമുക്കൊരു സ്പേസ് വേണം. ഇടുങ്ങിയ സ്ഥലത്തൊന്നും നമുക്കത് ഓഫീസായിട്ട് കൊണ്ടുപറ്റില്ല. ഭാവിയിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ഒക്കെ വരികയാണെങ്കിൽ അതും ഇതിനോട് കൂടിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എന്താ, ഇടുങ്ങിയ മുറിയും മറ്റു രീതിയിലുള്ള ഒന്നും അല്ലാണ്ട് ഒരു നല്ലൊരു സൗകര്യങ്ങളുള്ള ഒരു റൂം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. സ്റ്റോറേജ് സ്പേസും മറ്റുള്ള അക്കോമഡേഷനും അങ്ങനെയുള്ള ഒരു റൂം നമ്മൾ എടുക്കുക, സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു റൂം അവൈലബിൾ ആക്കുക.
രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പ്രോക്സിമിറ്റി ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം. ദെൻ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി അത് മാത്രമല്ല, അതർ സർവീസസുകളും അവിടെ വേണം. ബാങ്കിങ് സർവീസ്, തപാല്, പോസ്റ്റൽ അല്ലെ, പോസ്റ്റൽ, ഇന്റർനെറ്റ്, ടെലിഫോൺ, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള അതർ സർവീസസിനുള്ള ഫെസിലിറ്റീസുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. ഇത്രയും നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓഫീസ് ഒരു ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓഫീസ് പ്രൊസീജിയേഴ്സ് ആണ്. ഓഫീസ് പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓഫീസിൽ നമുക്ക് സ്റ്റാഫുകൾക്ക് വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. ഓഫീസ് പ്രൊസീജിയേഴ്സ് ആർ ദ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ ദ സ്റ്റാഫ് വർക്കിംഗ് ആൻ ഓഫീസ്. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഒരു കുറച്ച് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓഫീസ് എന്താണെന്നും ഓഫീസ് ലേഔട്ട് എന്താണെന്നും ഓഫീസ് ലൊക്കേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി ഓഫീസ് പ്രൊസീജിയേഴ്സ് മീൻസ് സ്റ്റെപ്സുകൾ, അല്ലെങ്കിൽ അതിന് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോകുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാം, കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ ദ സ്റ്റാഫിംഗ് വർക്ക് ഇൻ ആൻ ഓഫീസ്. ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് എന്ത് ചെയ്യാണ്? സ്റ്റാഫുകൾക്ക് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് എ ഓഫൺ സെറ്റ് ഓഫ് റൂൾസ്, പോളിസീസ്, ഗൈഡിങ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എൻ ഓഫീസ് ഓർ എ സ്മോൾ ബിസിനസ്. ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും ഒരു ഓഫീസ് ആണെങ്കിലും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസും പോളിസീസും ഗൈഡ് ലൈൻസും കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓഫൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫീസ് പ്രൊസീജിയർ ബേസിക്കലി ഓർഗനൈസ് ഫോർമൽ പ്രോസസ് ആണ് അല്ലെ? ഒരു ഫോർമൽ പ്രോസസ് ആണ് ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യമായുള്ള ഇൻഫോർമേഷൻസുകൾ വേണം. അപ്പോൾ ഇത് ഒരു ഓർഗനൈസേഷന്റെ റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ കൊണ്ടുവരികയാണ്. ആ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച് അപ്പോഴേ അവർക്ക് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്ത് ബെറ്റർ ഡിസിഷൻ എടുക്കാനും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനും മേക്കിംഗ് എ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനും സാധിക്കുള്ളൂ. സോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിലെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരണം. ഓഫീസ് എൻവയോൺമെന്റ് വിതിനെ പ്രൊഫഷണലിസം എന്ന രീതിയിൽ എംപ്ലോയീസിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ സ്ഥാപനത്തിലുള്ള ആളുകൾക്കും സ്ഥാപനത്തിനും എന്തുണ്ടാവുള്ളൂ? ഒരു പ്രൊഫഷണലിസം ഉണ്ടാവുള്ളൂ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് യൂണിഫോമും മറ്റും അവര് ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്തേ പോകാൻ പാടുള്ളൂ അല്ലെ, പോകുമ്പോൾ പഞ്ച് ചെയ്യണം, സൈൻ ചെയ്യണം, പിന്നെ ഇത്ര ലീവേ ഉള്ളൂ, ഇത് ഇന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള ഒരു സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ അവർക്കൊരു എന്താണ് റൂൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ അവിടെ ആ ഒരു സ്ഥാപനത്തിനും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവുകയും ചെയ്തു കഴിഞ്ഞാല് ആ സ്ഥാപനത്തിന് വല്ല നിലയും വലിയ ഉണ്ടാവോ? ഇല്ല അല്ലെ? നമ്മള് എന്താണ് വെറുതെ ഇങ്ങോട്ട് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് കണ്ട് അത് നേടാൻ വേണ്ടി ഒരുപാട് ആളുകളെ, വർക്കേഴ്സിനെ, സ്റ്റാഫിനെ നമ്മൾ വെച്ചുകൊണ്ട് അതിലെ അവരിലൂടെ നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഓഫീസിന്റെ ഭാഗത്തു നിന്നും വേണം. ഓഫീസ് ബെറ്റർ ആയാൽ ഓഫീസ് എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്കും അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ആദ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഓഫീസിലാണ്. ഓഫീസ് അഡ്വാൻസ്ഡ് ആയിട്ടായാല് സ്ഥാപനത്തിലെ മൊത്തത്തിലുള്ള ആളുകൾ അഡ്വാൻസ്ഡ് ആയി മാറുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്യാൻ ആൾസോ ഹെൽപ്പ് എംപ്ലോയീസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫോക്കസ് പ്രയോറിറ്റി ടാസ്ക്. അതൊക്കെയാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഴ്സണൽ ഇപ്പോ നോ പേഴ്സണൽ ഫോൺ കോൾസ്, ചെക്കിംഗ് വോയിസ് മെയിൽസ് ഇൻ ദ മോർണിംഗ്, നോ അൺനെസസറി കോൺവെർസേഷൻസ് വിത്ത് ക്ലയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ റൂൾസും റെഗുലേഷൻസിലും പറഞ്ഞ കാര്യമാണ് കേട്ടാ. അപ്പോ നമ്മുടെ എംപ്ലോയീസിന് ഇന്ന രീതിയിൽ പെരുമാറാൻ പാടുള്ളൂ. അവർക്കൊരു കുറച്ച് റൂൾസും റെഗുലേഷൻസും ഓഫീസ് എന്താണ് കുറച്ച് റൂൾസും റെഗുലേഷൻസും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫോർമൽ പ്രോസസ്സാണ്. നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ ഇതിന് ആവശ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ ഓഫീസ് പ്രൊസീജിയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഷുർ എഫിഷ്യൻസി ഇൻ ദ വർക്ക് പ്ലേസ്, അലോ ദ ഫോർ എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് ഫോർ ന്യൂ സ്റ്റാഫ്. അല്ലെ, വർക്ക് പ്ലേസിൽ എഫിഷ്യൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നാല് നമുക്ക് എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് സ്പേസ് ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം സ്റ്റാൻഡേർഡ് ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ക്രൈറ്റീരിയ, ഒരു ലിമിറ്റേഷൻസ് വെക്കുകയാണ്. ഒരു ലിമിറ്റ് വെക്കുക എല്ലാത്തിനും. അങ്ങനെ ചെയ്താലേ അവിടെ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്ത് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല ഇതൊന്നും ഇല്ല എങ്കിൽ അവർക്ക് എംപ്ലോയീസ് ആണെങ്കിലും വ്യത്യസ്ത രീതിയിൽ ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. അവർക്ക് അവരുടെ രീതിയിൽ അവർ പണിയെടുത്തിട്ട് അവരങ്ങനെ പോകും. അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്ഥാപനത്തിനെ മോശമായിട്ട് ബാധിക്കും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താണ് അത് നമുക്ക് വർക്ക് സ്പേസിനെ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ അലോ ഫോർ എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് ന്യൂ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എഫക്റ്റീവ് ട്രെയിനിങ് അലോ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്, ഈ രീതിയിലേ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇത്രയും റൂൾസും റെഗുലേഷൻസും ഗൈഡൻസും ഒക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫെസിലിറ്റേറ്റ് ദ ബെറ്റർ ഫ്ലോ വർക്ക് ഇൻ ദ ഓഫീസ് ആൻഡ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു ബെറ്റർ ഫ്ലോ വർക്കിൽ ഒരു ബെറ്റർ ഫ്ലോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ആൻഡ് പ്രൊഫഷണലിസം ഓഫ് എൻ ഓഫീസ് ടാസ്കിലും ഒരു പ്രൊഫഷണലിസവും അതുപോലെ ഒരു കൺസിസ്റ്റൻസിയും ഉറപ്പുവരുത്തുക. ഇതിന് അതുപോലെ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥിരതയാണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞല്ലോ, അതന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ അത് നമ്മളതിനെ ബാധിക്കും. അപ്പൊ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതന്നെ ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോവുക. അത്രയും നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഡിസിപ്ലിൻ ആൻഡ് ഓർഗനൈസേഷൻ, നമ്മൾ ഓർഗനൈസേഷൻ ഡിസിപ്ലിന് കൊണ്ടുവരിക. ഇതിനതുപോലെ ഓപ്പറേഷൻ കോസ്റ്റ്, ജനറൽ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ എറേഴ്സും ഫ്രോഡും നമ്മൾ അതിനുള്ള ചാൻസസുകൾ റെഡ്യൂസ് ചെയ്യുക. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓഫീസ് പ്രൊസീജിയർ എന്താന്ന് മനസ്സിലായല്ലോ. സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഓഫീസ്. ഓഫീസിലെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡിനെ പറയുന്നതാണ് ഓഫീസ് പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ പോളിസീസും ഗൈഡ്ലൈൻസും ഫോർ ദ ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓഫീസ്. അല്ലെ, അതാണ്. അപ്പൊ അതാ ഒരു മീനിങ് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റോൾ ഓഫ് കമ്പനി ഓഫീസ് ആണ് കേട്ടോ. റോൾ ഓഫ് കമ്പനി ഓഫീസ് എന്ന് വെച്ചാല് നമ്മുടെ കമ്പനി ഓഫീസിന്റെ റോളുകൾ എന്തൊക്കെയാണുള്ളത്. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? വളരെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ. അല്ലെ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇൻഫോർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതും കൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത്.
മീൻസ് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ അഥവാ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് അവർക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസുകൾ ഉണ്ട്. അത് നമ്മുടെ ഓഫീസ് എന്ത് ചെയ്യാം, അവരിലേക്ക് ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക, പ്രൊവൈഡ് ചെയ്യുക. ഒന്നാമത്തത്. രണ്ടാമത്തെ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിസിഷൻ മേക്കിംഗ്. ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഇത്തരത്തിലുള്ള ഓഫീസിലുള്ള ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇൻഫോർമേഷൻ കറക്റ്റ് ആയാൽ മാത്രം നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീരുമാനം എടുക്കുക എന്നുള്ളതും ബെറ്റർ ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ ആയിട്ടാണ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് എക്സിക്യൂട്ടിംഗ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, മാനേജീരിയൽ ഫംഗ്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. മാനേജീരിയൽ ഫംഗ്ഷൻസ് സച്ചാസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് അല്ലെ. അതുപോലെ ഇന്നോവേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസുകളുണ്ട്. ഈ ഫങ്ഷൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ അതർ സർവീസസ് ടു കമ്പനി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, റെഗുലേറ്ററി അതോറിറ്റീസ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പാർട്ടീസ്, ഇൻട്രസ്റ്റഡ് പാർട്ടീസിനെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അപ്പൊ അതില് നോക്കാം, നമ്മുടെ ഈ റോള്, നമ്മുടെ കമ്പനി ഓഫീസിന്റെ റോള് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തീരുമാനമെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഇൻഫോർമേഷൻസിന്, കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസുകൾ ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും അതിനുള്ള ഫങ്ഷൻസ് പ്രധാനപ്പെട്ട റോളുണ്ട്. രണ്ട് രീതിയിൽ. അപ്പൊ ഇതിൽ ഈ മാനേജീരിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എക്സിക്യൂഷൻ ഓഫ് എ മാനേജീരിയൽ ഫംഗ്ഷൻസ്. അതിൽ നമുക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ആണ്. ഇന്നോവേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് വരെ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ആൻഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അതർ സർവീസസ് ടു കമ്പനി, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അല്ലെ, ഇവർക്കൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇഫ് in any organization of an office as to different റൂൾസ്, റോളുകൾ അല്ലെ, അതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. കോൺട്രിബ്യൂട്ടറി റോള്, ദെൻ അതുപോലെ ഇതല്ലാണ്ട് കുറച്ച് റോളുകളുണ്ട്. പ്രധാനപ്പെട്ട 2 റോളുകൾ പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന റോളും. ഈ 2 റോളുണ്ട്. അതല്ലാണ്ട് കോൺട്രിബ്യൂട്ടറി റോൾ ഉണ്ട്, അതുപോലെ വിജിലന്റ് റോൾ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കോൺട്രിബ്യൂട്ടറി റോളും വിജിലന്റ് റോളും ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാം. ഓഫീസ് ആൻഡ് കോൺട്രിബ്യൂട്ടറി റോള് ട്ടോ. അതില് അസിസ്റ്റന്റ് സബ് യൂണിറ്റ്സ് അഥവാ സബ് യൂണിറ്റ്സുകളെ റെഗുലേറ്റ് ചെയ്യുക, ബിസിനസിന്റെ ആക്ടിവിറ്റീനെ, അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ ചേഞ്ചസുകൾ ഉണ്ടെങ്കിൽ അതിനെ ലൈറ്റ് ചെയ്ത് കണ്ട് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ അവരുടെ റോളാണ്. എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. അതെല്ലാം നമുക്ക് ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങള്, എക്സ്റ്റേണൽ ഇന്റേണൽ യൂണിറ്റ്സുകള്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂണിറ്റ്സുകള്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവിടെ നോക്കുന്നുണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ അപ്പൊ നമ്മള് കോൺട്രിബ്യൂട്ടറി റോളില് പറഞ്ഞത് ഒന്നാമത്തത് എന്താണ്? അപ്പൊ നോക്കുക, അതില് നമുക്ക് ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ്, ചേഞ്ചസുകൾ വന്നാൽ അതിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. രണ്ടാമത്തത് നമ്മൾ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള യൂണിറ്റ്സുകളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻസുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അതുപോലെ
നമ്മളെ ഡിസിഷൻസുകളും അതുപോലെ ട്രാൻസ്മിറ്റ് ഡിസിഷൻ, വ്യൂസ്, കമന്റുകൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, മറ്റ് ലിങ്കുമായിട്ട് ചെയ്തിട്ടുള്ളതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതർ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസുകളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത്. രേഖകളും മറ്റു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസുകളും നമ്മൾ കെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കോൺട്രിബ്യൂട്ടറി റോളിൽ പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രൊവൈഡിങ് പ്രൊഫഷണൽ സർവീസസ് ആൻഡ് ആക്സിലറി ആക്ടിവിറ്റീസ് ആൻഡ് സച്ച് ആസ് selecting, hearing and maintaining personal records, providing legal advice, corresponding with external units. ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നമ്മള് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ലോസും പേഴ്സണൽ റെക്കോർഡ്സുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അഡ്വൈസസുകളും എല്ലാം നമ്മൾ എല്ലാത്തിനോടും നമ്മൾ ഒരു എന്താണ് ഒരു ആക്സിലറി സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഓഫീസ് വർക്ക്, വിജിലന്റ് റോള് കേട്ടോ. രണ്ടാമത്തത് വിജിലന്റ് റോള്, ഓഫീസ് വർക്ക് ആൻഡ് ഇന്നെ വിജിലന്റ് റോള് എന്തൊക്കെയാ നോക്കാം. അല്ലെങ്കിൽ അസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ അല്ലെ, വിജിലന്റിലായിട്ടുള്ള കാര്യമാണ് ഇത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള, ഡിസിപ്ലിൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ അച്ചടക്കം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ നിയമങ്ങളും അതുപോലെ റൂൾസും റെഗുലേഷൻസും അദറൻസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ബഡ്ജറ്ററി കൺട്രോൾ. എന്താണ്, നമ്മളെ ബഡ്ജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുക. ഇതും അത് വിജിലന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. വിജിലന്റ് ആയിട്ടുള്ള റോളുകൾ 3 എണ്ണമാണ്. അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മള് റെക്കോർഡ്സുകൾ ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ദെൻ അതുപോലെ എംപ്ലോയീസിന്റെ റൂൾസും റെഗുലേഷൻസും അദറൻസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ദെൻ അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നുള്ളത്. ഇതാണ് 3 വിജിലന്റ് റോളുകൾ പറഞ്ഞിട്ടുള്ളത്. കോൺട്രിബ്യൂട്ടർ റോള് ഒരു 4 പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ.